ഒരുപാട് നാളുകൾക്ക് ശേഷം നല്ല സമാധാനമായിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന ഒരു വീഡിയോ ആണിത്. സ്റ്റിച്ചിങ് ഒരു തെറാപ്പിയാണെന്നുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പക്ഷെ ഒരേ സമയത്ത് എനിക്ക് സ്റ്റിച്ചിങ് വെറുത്ത് പോകും എന്ന് വരെ തോന്നിയ നിമിഷങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം നല്ല സമാധാനമായിട്ട് നല്ല പീസ്ഫുൾ മൈൻഡിലാണ് ഞാൻ ഇപ്പോൾ തയ്ക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നത്. ഈ ഒരു മൈൻഡ് സെറ്റിലേക്ക് ഞാൻ വരാനായിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ വർഷങ്ങളെടുക്കേണ്ടി വന്നു. പലരെയും സാറ്റിസ്ഫൈ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കോ അല്ലെങ്കിൽ പലരെയും സന്തോഷിപ്പിക്കുന്നതിൻ്റെ ഇടയ്ക്ക് എനിക്ക് നഷ്ടമായിക്കൊണ്ടിരുന്നത് എൻ്റെ മെൻ്റൽ ഹെൽത്താണ്. ഇനി ഞാൻ അങ്ങോട്ട് പറയുന്ന കാര്യങ്ങൾ, നിങ്ങൾ തയ്ക്കുന്ന ഒരാളാണ്, പ്രത്യേകിച്ച് നിങ്ങൾ വീട്ടിലിരുന്ന് തയ്ക്കുന്ന ഒരാളാണ്, പുറത്ത് ആൾക്കാർക്ക് വേണ്ടി തയ്ച്ച് കൊടുക്കുന്നു, അതിൽ നിന്നൊരു വരുമാനം കണ്ടെത്തുന്നു എന്നുള്ള ഒരാളാണെങ്കിൽ ഉറപ്പായിട്ടും കേട്ടിരിക്കണം. നിങ്ങളുടെ ജീവിതത്തിലെ ഏതെങ്കിലുമൊക്കെ ഭാഗങ്ങളിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി അങ്ങോട്ട് ഞാൻ പറയാൻ വേണ്ടി പോകുന്ന കാര്യങ്ങളെല്ലാം എൻ്റെ ഭാഗത്തു നിന്നൊന്ന് വന്നിട്ടുള്ള ഒരു പിഴവുകളാണെന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഈ തയ്യൽ തുടങ്ങിയ സമയത്തൊക്കെ ഉണ്ടല്ലോ, നമുക്ക് സ്വാഭാവികമായിട്ടും ഓർഡേഴ്സൊക്കെ കുറവായിരിക്കുമല്ലോ. കിട്ടുന്ന ഓർഡേഴ്സ് എന്ന് പറയുന്നത് ഓൾട്ടറേഷൻസൊക്കെ ആയിരിക്കും. അപ്പോൾ ഞാനാണെങ്കിൽ കോളേജിലൊക്കെ പഠിച്ച് തുടങ്ങിയ സമയത്താണ് ഈ തയ്യലൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങളുടെ വീടിനടുത്തൊരു ചേച്ചി എനിക്ക് തയ്ക്കാൻ തരുമായിരുന്നു. ഒരു പ്രാവശ്യം എന്തോ ആണ് ആൾ ഡയറക്റ്റ്ലി വീട്ടിലേക്ക് കൊണ്ട് തന്നിട്ടുള്ളത്. അതായത് ഏറ്റവും ആദ്യത്തെ പ്രാവശ്യം. അത് കഴിയുമ്പോഴൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ ക്ലാസ്സിലേക്ക് പോകുമ്പോഴത്തേനും ബസ് കയറാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ഒരു പോക്കറ്റ് റോഡാണ്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ നടന്ന് മെയിൻ റോഡിലേക്ക് എത്തുമ്പോഴേക്കും ഇതിൻ്റെ ഇടയിലാണ് ആളുടെ വീട്. ആളെന്നെ കാണുന്നു, കൊണ്ട് തരുന്നു, തയ്ച്ചിട്ട് പിന്നെ ഞാൻ സമയം കിട്ടുമ്പോഴത്തേക്കും ആളുടെ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടു കൊടുക്കുന്നു. അതായത് പിക്കപ്പും ഞാൻ തന്നെ, ഡെലിവറിയും ഞാൻ തന്നെ. ആദ്യമൊന്നും എനിക്കത് അത്ര പ്രശ്നമായിട്ട് തോന്നുന്നില്ല. പിന്നെ എന്ത് പറ്റിയെന്ന് വെച്ചാൽ, ഇതൊരു സ്ഥിരം പരിപാടിയായി എന്ന് മാത്രമല്ല, ഞാനിപ്പോൾ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ ഇപ്പോൾ റാൻഡമായിട്ട് നമ്മൾ കാണുമ്പോൾ ചോദിക്കുമല്ലോ എവിടെയാണ് പോകുന്നതെന്നുള്ളത്. അപ്പം മേ ബി കോട്ടയത്തൊക്കെയാണ് പോകുന്നതെങ്കിൽ എന്നോട് ഒരു മോളെ ഇന്ന സാധനം കൂടെ ഒന്ന് മേടിച്ചേക്കണേ, എനിക്ക് ഈ പാൻറ്റിനൊരു ഷോളൂടെ മേടിച്ചേക്കണേ എന്നൊക്കെ പറയും. ഞാനെന്ത് വിചാരിക്കും, ഛേദമില്ലാത്തൊരു ഉപകാരമല്ലേ, ചെയ്തു കൊടുത്തേക്കാം. ഏതായാലും ഞാൻ ആ വഴിക്ക് പോവുകയാണ്, ആ കടയിൽ ചിലപ്പോൾ ഞാൻ കയറുമായിരിക്കും. അപ്പോൾ പിന്നെ ഒരു ഷോൾ എടുത്ത് കൊടുക്കുന്നതിന് ഇപ്പോൾ എന്താ ബുദ്ധിമുട്ട്? അങ്ങനെ ഞാൻ എൻ്റെ സമയം മെനക്കെടുത്തി മേടിച്ചൊക്കെ കൊടുക്കുമായിരുന്നു. ചില സമയത്ത് എനിക്ക് എൻ്റെ റിട്ടേൺ ബസ് പോലും മിസ്സായിട്ടുണ്ട്. അതെല്ലാം ഞാൻ സഹിച്ചിട്ടുണ്ട്. പക്ഷെ പോകെ എന്ത് പറ്റിയെന്ന് വെച്ചാൽ, ആദ്യമൊക്കെ ഞാൻ ചേച്ചി ഇത്ര രൂപയായി എന്ന് പറയുമ്പോൾ ആളത് തരുമായിരുന്നു. പിന്നെ എന്ത് പറ്റിയെന്ന് വെച്ചാൽ, ചേച്ചി ഇത്ര രൂപയായി എന്ന് പറയുമ്പോഴേക്കും ആ മോളെ ഞാൻ പിന്നെ തരാവേ, ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ തരാവേ എന്ന് പറഞ്ഞത് നീട്ടാൻ തുടങ്ങി. എനിക്കാണെങ്കിൽ ഈ പൈസ കിട്ടുകയും വേണം. കാരണം അന്നൊക്കെ എന്ന് പറയുമ്പോഴത്തേനും നമുക്ക് വീട്ടിൽ നിന്ന് തരുന്ന ചെറിയ തുകയും അല്ലെങ്കിൽ തയ്ച്ച് കിട്ടുന്ന ചെറിയ തുകയൊക്കെ അല്ലേ ഉള്ളൂ. അങ്ങനെ ഞാൻ മിക്കവാറും ആളിനോട് ഇങ്ങനെ ചേച്ചി പൈസ എനിക്കൊരു പരിധി കൂടുതൽ ഇങ്ങനെ ചോദിക്കുന്നത് എനിക്ക് തന്നെ ഒരു ബുദ്ധിമുട്ടായി തുടങ്ങി. അങ്ങനെ ഒരു 2-3 ദിവസം പുറകെ നടന്നു കഴിയുമ്പോഴേക്കും ആൾ പൈസ തരും. പിന്നെ അങ്ങോട്ട് എന്ത് പറ്റിയെന്ന് വെച്ചാൽ, വീണ്ടും ഇതുപോലെ എന്തെങ്കിലും പറഞ്ഞ് ഏൽപ്പിച്ച് വിടും. ഞാനത് മേടിച്ചുകൊണ്ട് കൊടുക്കും. എന്നിട്ട് ഇത്ര രൂപയാണെന്ന് പറയും. അയ്യോ, എന്ത് പൈസ ഇത്, ഇത്ര രൂപയോ? ഇത് മറ്റിടത്തായിരുന്നെങ്കിൽ അതിനേക്കാൾ 100 രൂപ കുറച്ച് കിട്ടിയേനെ, അല്ലെങ്കിൽ അയ്യോ അത്രയും പൈസ ആകുമായിരുന്നെങ്കിൽ വേണ്ടിയിരുന്നില്ല എന്നൊക്കെ പറയും. ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് പോയി മേടിച്ചാൽ പോരെ എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഈ ചേച്ചി എനിക്ക് തയ്ക്കാൻ തരുന്നത് ഓൾട്രേഷനാണ്. അതും 10-20 രൂപയുടെ ഒക്കെ ഓൾട്രേഷൻസാണ്. ഞാൻ പറയുന്നത് ഇപ്പോഴത്തെ കാര്യമല്ല, ഏകദേശം ഒരു 10 വർഷം മുന്നത്തെ കാര്യമാണ്. അപ്പം ഞാനിങ്ങനെ ആലോചിക്കും, അതായത് റെഗുലറായിട്ട് നമുക്ക് ഈ ഓൾട്രേഷൻ കിട്ടുന്നുണ്ടല്ലോ എന്നുള്ള രീതിയിൽ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല, ആൾ എൻ്റെ വീട്ടിലേക്ക് വരാറില്ല, എന്നെ വഴിക്ക് പിടിച്ച് നിർത്തി സാധനം തന്നു വിടലാണ് പതിവ്. എന്നിട്ട് ഞാനത് തിരിച്ച് അവരുടെ വീട്ടിൽ തന്നെ കൊണ്ട് കൊടുക്കും. പിന്നെ ഞാനൊരു അറിയാണ്, അതായത് ആൾ എൻ്റെ വീടിൻ്റെ തൊട്ടടുക്ക വരെ വരും, ഇങ്ങനെ ചുമ്മാ വർത്താനമൊക്കെ പറഞ്ഞ് നിൽക്കാൻ വേണ്ടിയിട്ടും. അത്രയും അടുത്ത് വരെ വരുന്ന ഒരാൾക്ക് ഒരു പടി വീടിൻ്റെ അപ്പുറത്തേക്ക് വരുന്നതിന് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ലല്ലോ. പിന്നെ ഞാൻ എന്താ പറയുക, തയ്ക്കാൻ വേണ്ടി തരുന്ന സമയത്ത് ചേച്ചി വീട്ടിൽ കൊണ്ടേൽപ്പിച്ച് തരാം, ഞാനിപ്പോൾ വേറൊരു വഴിക്ക് പോവുകയാണ് എന്നൊക്കെ പറഞ്ഞ് എങ്ങനെയൊക്കെ ഒന്ന് സൈഡാക്കും. ഒരു 2-3 പ്രാവശ്യം ഇങ്ങനെ ഒഴിവാക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല, സ്ട്രെയിറ്റ് ആയിട്ട് കാര്യം പറയുകയാണെങ്കിൽ ചിലപ്പോൾ സംഗതി ഏൽക്കും. അങ്ങനെ ഞാൻ ഡയറക്റ്റായിട്ട് തന്നെ ആളിനോട് കാര്യം പറഞ്ഞു. അതായത് എനിക്ക് വീട്ടിൽ കൊണ്ട് തരുവാണെങ്കിൽ ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തേക്കാം, അതുപോലെ തന്നെ ചേച്ചി വന്ന് ഇട്ട് നോക്കി നമുക്ക് ഓൾട്രേഷൻ റെഡിയാക്കാം എന്നൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു.
ആടാ ശരിടാ എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ആൾ പിന്നെയും ഞാനീ പറഞ്ഞ പോലെ വഴിയിൽ വെച്ച് എന്നെ കാണുമ്പോൾ തുണിയായിട്ട് ഓടി വരും. അപ്പം ഞാൻ ജസ്റ്റ് വീട്ടിൽ കൊടുത്തേരെ എന്ന് പറഞ്ഞിട്ട് തുണി മേടിക്കാതെ ഞാനങ്ങ് പോകും. പിന്നെ കുറച്ച് നാളത്തേക്ക് ആളെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. പക്ഷേ കുറച്ചുകൂടെ ദിവസങ്ങൾ കഴിഞ്ഞ ശേഷം ആൾ വീട്ടിൽ ഓൾട്രേഷനുമായിട്ട് വന്നിട്ട് ചോദിച്ചു, സൂര്യ ഇപ്പോൾ തയ്ക്കാറുണ്ടോ? ഞാൻ പറഞ്ഞാൽ ഉണ്ട്, തയ്ക്കുന്നൊക്കെ ഉണ്ടല്ലോ. എനിക്ക് 2 ടോപ്പ് ഷേപ്പ് ചെയ്യാനായിട്ടാണ്. ഞാൻ ചെയ്തേക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ വന്നിരുന്ന് സംസാരിക്കുന്ന സമയത്ത് ആളിങ്ങനെ ചുമ്മാ പറഞ്ഞാൽ, കൊച്ചിവിടെ ഇല്ല, ഞാൻ ദേ ഇന്നടുത്ത് കൊണ്ടാണ് തയ്പ്പിച്ചത്. അയ്യോ എന്ത് പൈസയാണെന്നറിയാവോ, കൊച്ചിൻ്റെ അടുത്താണെങ്കിൽ 20-30 ഒക്കെ തന്നാൽ മതിയല്ലോ, അവരൊക്കെ 50 മേടിക്കും എന്നിങ്ങനെ പറഞ്ഞു. ഞാൻ ശരി എന്നുള്ള വലിയ എക്സ്പ്രഷനൊന്നും കൊടുക്കാൻ പോകില്ല. അപ്പോൾ ആൾക്ക് തന്നെ മനസ്സിലായി. പിന്നെ എന്താ പറയുക, എന്തെങ്കിലും ഓൾട്രേഷനോ തയ്യലോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വീട്ടിൽ കൊണ്ടുതരും. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ പഠിച്ച പാഠം, അനാവശ്യമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ പ്രോത്സാഹിപ്പിക്കരുത്. ശരിയാണ്, ചില സമയത്ത് നമുക്കത് ചെയ്യേണ്ടി വരും. നിങ്ങൾ വിചാരിക്കുക, നിങ്ങൾ തയ്ച്ച് വെച്ച ഒരു സാധനം ചെറിയൊരു ഫിനിഷിങ് പരിപാടി ഉണ്ടെന്ന് വിചാരിക്കുക, ഒരു 4 മണിക്ക് കസ്റ്റമർ വരുമെന്ന് പറഞ്ഞ സ്ഥിതിക്ക് 4 നിങ്ങൾക്കത് ഫിനിഷ് ചെയ്യാൻ പറ്റിയിട്ടില്ല, കുറച്ച് സമയം കൂടെ വേണം എന്നിരിക്കെ നമ്മളെന്ത് പറയും, ഞാൻ വീട്ടിൽ കൊണ്ട് തന്നേക്കാം എന്ന് പറയും. ഞാൻ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ ചെറിയ സാഹചര്യമൊക്കെ വരുമ്പോഴത്തേനും ഞാൻ ചിലപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യും. പക്ഷേ എനിക്ക് അന്നത്തോടെ മനസ്സിലായി, ഒരാളെ പോലും ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കരുത്. അവർക്ക് എന്ത് ബുദ്ധിമുട്ടാണ് ഉള്ളത്? അവരുടെ വീട്ടിൽ വന്ന് സാധനം മേടിച്ചുകൊണ്ട് പോകുന്നു, അവരുടെ വീട്ടിലേക്ക് തിരിച്ച് കൊണ്ടു കൊടുക്കുന്നു. അവരറിയുന്നില്ല ഇതിൻ്റെ പുറകിലുള്ള എഫേർട്ട്. പുള്ളിക്കാരിയുടെ കാര്യം, ഞാൻ കോളേജിൽ പോകുന്നല്ലോ, ആ കൂടെ 2 മീറ്റർ ലൈനിങ് എടുത്താൽ എന്നാ, അതുമല്ലെങ്കിൽ പിന്നെ ആ സൈഡിൽ കൂടെ പോയൊരു കട കയറി ഒരു ദുപ്പട്ട മേടിച്ചാൽ എന്നാ എന്നൊക്കെ ആയിരിക്കും ആൾ ചിന്തിക്കുന്നത്. പക്ഷേ ഇപ്പറ നമ്മുടെ വാല്യൂ കുറയുവാണെന്നുള്ളതാണ് പ്രശ്നം. അവളോട് എന്ത് പറഞ്ഞാലും അത് കേൾക്കും എന്നുള്ളൊരു നേച്ചറുണ്ടല്ലോ, അത്. അപ്പം ആ ഒരു പാഠം ഞാൻ എൻ്റെ ജീവിതത്തിൽ പഠിച്ചെടുത്തു. ഓക്കെ, ഇനി വേറൊരു സംഭവം പറയാം. അതായത് ഇതേപോലെ തന്നെ തയ്ക്കാൻ തരുന്ന, എൻ്റെ തുടക്കകാലത്ത് തയ്ക്കാൻ തന്നുകൊണ്ടിരുന്ന ഒരു ആളുണ്ടായിരുന്നു. പുള്ളിക്കാരി, അതായത് ഞാൻ എങ്ങനെ തയ്ച്ചു കൊടുത്താലും പുള്ളിക്കാരത്തിക്കൊരു 100% കിട്ടത്തേ ഇല്ല. ഒരു സാറ്റിസ്ഫാക്ഷൻ ലെവലുണ്ടല്ലോ, അതൊരു 100% എത്തത്തേ ഇല്ല. എപ്പോഴും എന്തെങ്കിലും ഒരു കുറ്റം അതിനകത്ത് പറഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷെ നമുക്ക് കാണുമ്പോഴേക്കും അങ്ങനെ തോന്നത്തില്ല. അതായത് ഇറുക്കമാണ് അല്ലെങ്കിൽ ലൂസാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണുമ്പോഴേക്കും അത്ര പ്രശ്നമായിട്ട് തോന്നുന്നില്ല. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന തന്നെ, ഇടുന്നാക്കല്ല അതിൻ്റെ ബുദ്ധിമുട്ട് അറിയുള്ളൂ എന്നുള്ള രീതിയിൽ ആൾ പറയുന്ന കേട്ടിട്ട് നമ്മൾ അതനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. ഞാൻ ആൾക്കൊരു 10 ബ്ലൗസ് തയ്ച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ 10ലും എന്തെങ്കിലും കുഴപ്പം ആൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ചുരിദാർ ടോപ്പ് പോലത്തെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ആളെന്നെ ഇട്ട് കാണിക്കുവേ. അതേസമയത്ത് ഈ ബ്ലൗസ് പോലുള്ള കാര്യങ്ങളാണെങ്കിൽ ആൾ ഇട്ട് കാണിക്കില്ല. ആൾ തുണി വീട്ടിൽ കൊണ്ടുപോയിട്ട് അവിടെ വെച്ചിട്ട് നോക്കിയിട്ട് അവിടെ നിന്ന് എന്നെ ഫോൺ വിളിച്ച് പറയും, ഇതിന് എന്നെ പ്രശ്നങ്ങളുണ്ട്, എനിക്കിതിടാനേ പറ്റത്തില്ല, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ആക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ വിചാരിക്കും, അയ്യോ ഞാൻ കാരണം ഒരു ബ്ലൗസ് പോയല്ലോ, തുണി പോയല്ലോ എന്നൊക്കെ നമ്മൾ വിചാരിക്കും. പിന്നെ ആൾ ഇത് ശരിയായില്ല അത് ശരിയായില്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ സൈഡിൽ നിന്ന് അതെങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം എന്നും ആലോചിക്കുമല്ലോ. അപ്പോൾ നമ്മളാണെങ്കിൽ ഒരു തുക പറഞ്ഞിട്ടുണ്ടായിരിക്കുമല്ലോ. ഇപ്പോൾ ഒരു ബ്ലൗസ് തയ്ക്കാൻ ഇത്ര രൂപ, അല്ലെങ്കിൽ ഒരു ടോപ്പ് തയ്ക്കാൻ ഇത്ര രൂപ എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ, ആളിങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ പറയും. എന്നിട്ട് എന്നോട് ആൾ തന്നെ പറയും, ഇത് ഇങ്ങനെ പ്രശ്നമാണ്, അത് ശരിയായിട്ടില്ല, അതുകൊണ്ട് ഞാൻ അത്രയൊന്നും തരത്തില്ലെന്ന് പറഞ്ഞിട്ട് ആളൊരു 100 150 ഒക്കെ തന്നേച്ച് അങ്ങനെ അങ്ങ് പോകും. ചില ദിവസങ്ങളിൽ ഒന്നും തരാതെയും പൊക്കളയും. അപ്പോഴൊന്നും ഞാൻ അങ്ങനെ കൺസേൺഡ് ആയില്ല. കാരണം എൻ്റെ മനസ്സിലെന്താ, ഞാൻ കാരണം ആളുടെ ക്ലോത്ത് ചീത്തയായിപ്പോയി, അപ്പോൾ ആ 100 മേടിച്ചത് തന്നെ പ്രശ്നമാണ് എന്നുള്ള രീതിയിൽ ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. എന്നിട്ട് എൻ്റെ മനസ്സിൽ ആ ഒരാഴ്ച ഫുള്ള് ആ ഒരു സംഭവം കാണും, അയ്യോ ഞാൻ കാരണം അതങ്ങനെ ആയല്ലോ എന്നുള്ളൊരു ചിന്ത. ഇനി ഏറ്റവും രസമുള്ള കാര്യം പറയാം. ഇടാനേ പറ്റുകയില്ല എന്നുള്ള രീതിയിൽ ബ്ലൗസിനെക്കുറിച്ച് പറഞ്ഞ ആൾ ആ ബ്ലൗസ് ഇട്ടും കൊണ്ട് കല്യാണത്തിനും അല്ലെങ്കിൽ എന്തെങ്കിലും ഫങ്ഷൻസിനൊക്കെ നമ്മൾ കാണും. അപ്പോൾ നമ്മളിങ്ങനെ വെറുതെ ചോദിക്കും, ഞാനിങ്ങനെ വെറുതെ ചോദിക്കും, ഇത് കുഴപ്പമില്ലല്ലോ എന്ന് പറയുമ്പോൾ, അയ്യോ ഞാൻ എന്ത് പാടുപെട്ടിട്ടാണെന്നറിയാമോ, ഞാൻ എന്തെല്ലാം ചെയ്തിട്ടാണെന്നറിയാം ഇതിങ്ങനെ വെച്ചിരിക്കുന്നത് എന്നിങ്ങനെ പറയും. അങ്ങനെ ഒരു ദിവസം വീട്ടിലേക്ക് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ചേച്ചി ഞാൻ ചേച്ചിക്ക് വേണ്ടി തയ്ച്ചിട്ട് ഒന്നും ശരിയാവുന്നില്ലല്ലോ, അതുകൊണ്ട് ചേച്ചി ഒരു കാര്യം ചെയ്യും, ഞാൻ തയ്ക്കുന്നില്ല, ചേച്ചി പുറത്ത് വേറെ ആരുടെയും കയ്യിൽ കൊടുത്തോ എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ ആളെനിക്ക് തന്ന റിപ്ലൈ ഭയങ്കര രസമായിരുന്നു. അതൊന്നും സാരമില്ല കൊച്ചേ, ഇങ്ങനെയൊക്കെയല്ല പഠിക്കുന്നത്, തെറ്റുകളിൽ നിന്നല്ലേ ശരി പഠിക്കുന്നത്, അപ്പോൾ കൊച്ച് തയ്ച്ച് പഠിക്ക്
എന്നുള്ള രീതിയിൽ. അപ്പോൾ ഞാനിങ്ങനെ അല്ലെങ്കിൽ ഇത്രയും തുണി ഇവർ പറയുന്നതനുസരിച്ച് ഞാൻ കുളമാക്കി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും തുണി കുളമാക്കി ഒരാളുടെ അടുത്ത് വീണ്ടും വീണ്ടും ആരെങ്കിലും തയ്ക്കാൻ വേണ്ടി കൊടുക്കും. ഞാനാണെങ്കിൽ കൊടുക്കത്തില്ല. ഒരു 3-4 പ്രാവശ്യമൊക്കെ നമുക്ക് നോക്കാം. പക്ഷെ അത് കഴിഞ്ഞ് വീണ്ടും റിപ്പീറ്റേഷൻ വരുമ്പോഴത്തേനും അല്ലെങ്കിൽ നമ്മൾ തയ്ക്കാൻ പറയുന്ന സാധനം എന്തെങ്കിലും പ്രശ്നമാകുമ്പോഴത്തേനും ഞാൻ കൊടുക്കില്ല. പക്ഷെ ഇതുപോലെ വേറെ കൊടുക്കാനും തയ്യാറല്ല. പക്ഷെ ഞാൻ തയ്ച്ചു കൊടുക്കുന്നതിനെല്ലാം കംപ്ലൈൻ്റ് ഉണ്ട് താനും. പക്ഷേ എൻ്റെ മനസ്സിൻ്റെ എവിടെയോ തോന്നാൻ തുടങ്ങി. അതായത് ഞാൻ ബാക്കിയുള്ളവർക്കൊക്കെ തയ്ച്ചു കൊടുക്കുമ്പോൾ ഒരുവിധം ഓക്കെ ആയി വരാറുണ്ട്. ആളുടെ സൈസ് എന്ന് പറയുന്നത് അത്ര വലിയ പ്രശ്നമുള്ള സൈസും അല്ല. അപ്പോൾ ഇത്രയും പ്രശ്നങ്ങൾ അതിനകത്ത് വരാണ്ട് യാതൊരുവിധ സാധ്യതയും ഇല്ല. പിന്നെ ഇത് ഞാൻ ഇട്ട് കാണുന്നുമില്ല. പക്ഷേ ഈ ബ്ലൗസ് പിന്നീടുള്ള ഒക്കേഷൻസിൽ എപ്പോഴെങ്കിലുമൊക്കെ ഇട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ ഞാൻ വിശ്വസിക്കുക അതിനകത്ത് പ്രശ്നമുണ്ട് എന്നുള്ളത് ഞാനിങ്ങനെ ആലോചിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ചേച്ചി അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഇനി തൊട്ട് ഞാൻ ചെയ്യുന്ന ബ്ലൗസിൻ്റെ ഞാൻ പറയുന്ന റേറ്റ് എനിക്ക് തരണം, ഇങ്ങനെ കുറയ്ക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആളിങ്ങനെ നിന്നിട്ട്, അയ്യോ അപ്പോൾ നീ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാക്കുവാണെങ്കിൽ എൻ്റെ തുണി പോയില്ലേ, എൻ്റെ പൈസ പോയില്ലേ, അപ്പോൾ അത് ഞാൻ എന്നെ ചെയ്യും. ഞാൻ പറഞ്ഞു അതല്ലേ പറഞ്ഞത്, വേറൊരിടത്ത് കൊടുത്തോളാൻ. ഇങ്ങനെ ഞാൻ പറഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും ആൾ പിന്നെ തയ്ക്കാൻ വരാറില്ല. ഞാൻ പിന്നെ അറിയുന്നത് എന്നാന്ന് വെച്ചാൽ അതേപോലെ തന്നെ ഇപ്പം ഞാൻ ബിഗിനറായിരുന്നല്ലോ, അതായത് ഇങ്ങനെ തുടക്കത്തിൽ തയ്ച്ച് വരുന്ന ഒരാൾ, അങ്ങനെ നമ്മുടെ ഭയങ്കര അറിയപ്പെടുന്ന ഒരാളോ അങ്ങനെയൊന്നും അല്ല. അപ്പോൾ അവിടെ തന്നെ ഇതുപോലെ പഠിച്ച് വരുന്ന ഒരാൾക്ക് ആൾ തയ്ക്കാൻ കൊടുക്കാൻ തുടങ്ങിയെന്ന് കേട്ടു. അപ്പോൾ ഇങ്ങനെയുള്ളവരടുത്ത് തയ്ക്കാൻ കൊടുക്കുമ്പോൾ ഈസിയാണ് ഇങ്ങനെ റേറ്റ് ബാർഗെയിൻ ചെയ്യാനൊക്കെ. ഒരു ബിഗിനറെ സംബന്ധിച്ച് ഓർഡർ കിട്ടുക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമായിട്ടാണ് ആൾക്കാർ കാണുന്നത്. അതുകൊണ്ട് തന്നെ റേറ്റിനെ കുറിച്ചോ അല്ലെങ്കിൽ നമ്മൾ അത്രയൊന്നും ചിന്തിക്കത്തില്ല. ആ സംഭവത്തിന് ശേഷം ഞാൻ പഠിച്ചൊരു കാര്യം, ഇപ്പോൾ കംപ്ലൈൻറ്റ് പറയുമല്ലോ, അതിപ്പം സംഭവിക്കും, മിസ്റ്റേക്സൊക്കെ സംഭവിക്കും, ഇല്ലായകയല്ല. പക്ഷേ അത് എന്താണെന്നുള്ളത് ഞാനും കൂടെ കണ്ടിരിക്കണം. ഇപ്പം ശരിയാണോ തെറ്റാണോ എന്നൊന്നും സത്യം പറഞ്ഞാൽ എനിക്കറിയത്തില്ല. പക്ഷേ ഇതൊക്കെ എൻ്റെ ലൈഫിൽ നിന്ന് വന്നൊരു ഓരോരോ ഇൻസിഡൻറ്റ്, അതിൽ നിന്ന് ഞാൻ പഠിച്ച ചില കാര്യങ്ങളാണ്. ഇപ്പോൾ നമ്മളെല്ലാവരും ജോലി ചെയ്യുന്നത് നമുക്കതിൽ നിന്ന് തിരിച്ചു കിട്ടുന്ന എന്താ പറയുക, ഒരു സന്തോഷം ആൻഡ് സാറ്റിസ്ഫാക്ഷൻ, ഒപ്പം തന്നെ അതിൽ നിന്ന് കിട്ടുന്ന ഏണിങ്സും കൂടെ വിചാരിച്ചും കൊണ്ടാണല്ലോ. അപ്പോൾ നമ്മൾ ഈ 300 പറഞ്ഞെടുത്ത് 100 കൊണ്ട് തരുമ്പോൾ നമുക്കുണ്ടാകുന്ന വിഷമം നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്കൊരു കസ്റ്റമർ വന്നിട്ടുണ്ടായിരുന്നു. ആളെങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് തയ്ക്കാൻ കൊണ്ട് തരും, എന്നിട്ട് അന്ന് ചോദിക്കും എന്ന് തയ്ച്ച് തരും എന്നുള്ളത് ചോദിക്കും. അപ്പോൾ നമ്മൾ ഒന്നെങ്കിൽ അവരൊരു ഡേറ്റ് പറയും, അല്ലെങ്കിൽ നമ്മളൊരു ഡേറ്റ് പറയും. അപ്പോൾ സാധാരണഗതിയിൽ ആൾക്കാരെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഡേറ്റിൻ്റെ 1-2 ദിവസം മുന്നേ വിളിച്ച് നമ്മളെ ഓർമ്മിപ്പിക്കും. അതും അല്ലെങ്കിൽ തലേന്നാണെങ്കിലും വിളിച്ച് തയ്ച്ചോ എന്നും ചോദിക്കും. ഈ ആൾക്ക് വലിയൊരു പ്രത്യേകതയുണ്ട്, ആളെന്നും വീട്ടിലോട്ട് വരും. അപ്പോൾ ആ സമയത്തെന്ന് പറഞ്ഞാൽ എൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞ് എനിക്ക് കൊച്ചുള്ള സമയമാണേ. അപ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ നമ്മൾ ഏതൊരു സാഹചര്യത്തിൽ കൂടെ ആയിരിക്കും പൊയ്ക്കൊണ്ടിരിക്കുക എന്നുള്ളത്. കാരണം ഒരു കുഞ്ഞു കൊച്ചിനെ വെച്ച് നമ്മൾ ചെയ്യുന്നതിനകത്തൊക്കെ നമുക്കൊരു പരിധിയുണ്ടല്ലോ. അപ്പോൾ ആളുടെ വീട്ടിലെ പണികളെല്ലാം ഒതുക്കിയതിന് ശേഷം ഇങ്ങോട്ടേക്ക് പോരും. ആക്ച്വലി ഏതെങ്കിലുമൊക്കെ യൂട്യൂബ് ചാനലിലെ ട്യൂട്ടോറിയലൊക്കെ കണ്ടിട്ടായിരിക്കും വരുന്നത്. എന്നിട്ട് എനിക്കിത് പഠിപ്പിച്ച് തരും, ഇത് കണ്ടോ, ഇതിങ്ങനെ നോക്കി ചെയ്യും. എൻ്റെ കൂടെ ഇരുന്ന് നമ്മളെ ഇങ്ങനെ ഗൈഡ് ചെയ്ത് അപ്പോൾ എനിക്ക് തോന്നുന്നു അപ്പം ഇവർക്കങ്ങ് തയ്ച്ചാൽ പോരെ, ഇതിനാണ് എൻ്റെ കൈ കൊണ്ട് തന്നിരിക്കുന്നതെന്ന് തോന്നിപ്പോവും. ആളിവിടെ വന്നിരിക്കുന്നു, കൂടെ ഇരുന്ന് തയ്ക്കുന്നു എന്നുള്ളതല്ല ശരിക്കുമുള്ള പ്രശ്നം. പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾ വന്നിരിക്കുമ്പോൾ ആളുടെ മാത്രമേ എനിക്ക് തയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പറഞ്ഞിരിക്കുന്ന ഡേറ്റിന് കൊടുത്താൽ മതിയല്ലോ. ആൾ പക്ഷേ എന്നാണോ കൊണ്ട് തരുന്നത് അതിൻ്റെ പിറ്റേന്ന് തൊട്ടേ വീട്ടിൽ വന്നിരിക്കും. അങ്ങനെ 1-2 ദിവസം കൊണ്ട് ആൾക്കത് റെഡിയായി കിട്ടുമായിരിക്കും. അപ്പോൾ ആൾ വീണ്ടും അടുത്തത് കൊണ്ടുവരും. പൈസ ഒരു 100 രൂപയാണെങ്കിൽ എനിക്ക് കൂടുതലേ തന്നിട്ടുള്ളൂ. പക്ഷേ ഇതിനകത്ത് വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ആ ഒരു സ്പേസ് അങ്ങോട്ട് ഇല്ലാണ്ടായി. എനിക്ക് മാത്രമല്ല, എൻ്റെ വീട്ടിലുള്ള എല്ലാവർക്കും ആ ഒരു സ്പേസ് കുറഞ്ഞുകൊണ്ടേയിരുന്നു. ഞങ്ങളുടെ വീട്ടിലേക്ക് ഇങ്ങനെ കയറി വരുമ്പോഴേ എൻ്റെ ഹസ്ബൻഡിൻ്റെ അച്ഛൻ പറയും, സൂര്യേ ദേ വരുന്നുണ്ട്. ഇനി വേറെ സംഭവം, ആളിങ്ങനെ വന്നിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ വീട്ടിലിരിക്കുവാണല്ലോ. അപ്പോൾ ഇപ്പം ഞാൻ എന്നെപ്പോലെ നിങ്ങളാവണമെന്ന് ശാഠ്യം പിടിക്കുന്നത് ശരിയാണോ? ശരിയല്ലല്ലോ. എന്നെപ്പോലെ ഞാൻ മതിയല്ലോ. നമ്മളെ ഒരുപാട് അങ്ങ് ജഡ്ജ് ചെയ്യും. പോരാത്തതിന് നമ്മുടെ ഇംപെർഫെക്ഷൻസിനെ കളിയാക്കും. അങ്ങനെ ഒരുപാട് ആളിനെ കൊണ്ട് എനിക്ക് വരുന്നു എന്ന് കേൾക്കുമ്പോഴേ എൻ്റെ ഉള്ളിലിങ്ങനെ ഒരു തീ കത്തും. ഒരു വല്ലാത്തൊരു നമ്മൾ 10ാം ക്ലാസ്സിൻ്റെ ഒക്കെ പരീക്ഷ ഒക്കെ എഴുതാൻ പോകുമ്പോൾ പോലും എനിക്ക് അത്രയും ടെൻഷൻ ഉണ്ടായിട്ടില്ല. അതുപോലെ ഞാൻ ടെൻഷനായിപ്പോൾ വരുന്നു എന്ന് കേൾക്കുമ്പോഴേ.
അപ്പോൾ നിങ്ങളൊന്ന് വിചാരിക്കും, നിങ്ങൾ ആദ്യമായിട്ട് ഡ്രൈവിങ് പഠിക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാളാണെന്ന് വിചാരിക്കും. അപ്പോൾ നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് പുറകിലിരുന്ന ആൾ അങ്ങനെ ഇങ്ങനെ ചെയ്യും, വണ്ടി ഇങ്ങനെ വളക്കി, ബ്രേക്ക് പിടിക്കുക, ആക്സിലറേറ്റർ ഓടി, ഇങ്ങനെ പുറകിലിരുന്ന് നമ്മളെ ഷൗട്ട് ചെയ്ത് സംസാരിക്കുമ്പോഴത്തേനും നമുക്ക് സ്വാഭാവികമായിട്ടും നമ്മൾ പാനിക്കാവും. പറയുന്നതായിരിക്കത്തില്ല നമ്മൾ ചിലപ്പോൾ ചെയ്യുന്നത്. അപ്പം ഞാൻ പറഞ്ഞില്ല, ആൾ കൂടെ വന്നിരുന്ന് നമ്മുടെ തയ്യൽ മാത്രമല്ല ബാക്കിയുള്ള എല്ലാ കാര്യത്തിനും ആൾ ഇൻവോൾവാണ്. നമ്മുടെ ഫാമിലിപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആൾ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പം എനിക്കാണെങ്കിൽ മൊത്തത്തിലൊരു അൺകംഫർട്ടബിൾ ഫീലായിരുന്നു. ഞാൻ സ്റ്റിച്ചിങ് സെൻറ്ററിലൊക്കെ പോയി തയ്ച്ചൊക്കെ കൊടുത്തിട്ടുണ്ട് 1-2 പ്രാവശ്യമൊക്കെ. അപ്പോഴൊക്കെ നമുക്കറിയാമല്ലോ, കസ്റ്റമേഴ്സ് വരും, ചിലപ്പോൾ നമ്മുടെ ഒപ്പം നിൽക്കും, നമ്മുടെ കൂടെ വേറെ ആൾക്കാർ തയ്ക്കുന്നുണ്ടാവുമായിരിക്കും. പക്ഷെ നമുക്ക് ആ സമയത്ത് ഒരു അൺകംഫർട്ടബിൾ ഫീലൊന്നുമില്ല, ഒരു ജോളിയായിട്ടൊക്കെ അങ്ങ് പോകും. പക്ഷെ ഇതങ്ങനെ ആയിരുന്നില്ല, ഭയങ്കര ഹെക്ടിക്കായിപ്പോയി. അവസാനം ഞാൻ ആളിനോട് പറഞ്ഞു, ചേച്ചി ഞാൻ തയ്ച്ചിട്ട് പറയാം, എന്നിട്ട് വന്നാൽ മതി, എന്നിട്ട് ഇട്ട് നോക്കിയിട്ട് എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് റെഡിയാക്കാം, ഇങ്ങനെ ഒപ്പം വന്നിരിക്കേണ്ട എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ മുഖത്ത് നോക്കി കാര്യം പറഞ്ഞതുകൊണ്ട് തന്നെ ആൾക്ക് മനസ്സിലായി. പിന്നെ ആൾ വലിയ ഇതിനൊന്നും വന്നിട്ടില്ല. ഞാൻ പതുക്കെ ആളുടെ ഓർഡേഴ്സ് അങ്ങ് പിടിക്കുന്നത് നിർത്തി, പതുക്കെ. എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു പൈസ, ശരിയാണ്, പൈസ ഞാൻ ചോദിക്കുന്നതിനേക്കാളും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 100 രൂപയാണെങ്കിൽ കൂട്ടിത്തരും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവർ ഫാമിലിയിൽ കയറി അങ്ങ് അഡ്വൈസൊക്കെ തരും. ഇപ്പം കുഞ്ഞിനെ എങ്ങനെ വളർത്തണം എന്നുള്ള മാതൃക അവർ പറഞ്ഞു തരും, ഭർത്താവിനെ എങ്ങനെ നോക്കണം എന്നുള്ള അഡ്വൈസ് അവർ തരും. ഇതൊക്കെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനിതൊന്നും അവരോട് ആവശ്യപ്പെട്ടിട്ടല്ലല്ലോ പറയുന്നത്. ഇപ്പം ഞാൻ ഒരാളോട് ചോദിച്ചിട്ട് മേടിക്കുന്ന അഡ്വൈസും ചുമ്മാ വന്ന് തരുന്ന അഡ്വൈസും രണ്ടല്ലേ. അപ്പോൾ പൊതുവേ ആർക്കും ഉപദേശങ്ങൾ അത്ര വലിയ ഇഷ്ടമുള്ള കാര്യമൊന്നും അല്ലല്ലോ, പ്രത്യേകിച്ച് നമ്മുടെ ഫാമിലിയിലേക്ക് കടക്കുമ്പോഴത്തേനും. അപ്പോൾ അങ്ങനെ ഒരു ടോക്സിസിറ്റി അവിടെ ഉണ്ടെന്ന് ഞാൻ തിരിച്ചറിഞ്ഞതും ഞാനത് പതുക്കെ ഒഴിവാക്കി. നിങ്ങൾ കേട്ടിട്ടില്ലേ, നല്ലൊരു ടൈലറിനെ കിട്ടുക എന്ന് പറയുന്നത് വലിയ പാടാണ്. അതേപോലെ തന്നെ നല്ല പാടാണ് നല്ലൊരു കസ്റ്റമറിനെ കിട്ടുക എന്നുള്ളതും. എനിക്ക് നല്ല കസ്റ്റമേഴ്സ് ഒരുപാട് പേരുണ്ട് കേട്ടോ. എൻ്റെ സിറ്റുവേഷൻസ് മനസ്സിലാക്കി എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ എൻ്റെ ബിസിനസ്സിൽ വന്നിട്ടുള്ള പാളിച്ച. ആ സമയത്തൊക്കെ എൻ്റെ കൂടെ എന്താ പറയുക ചേർത്ത് പിടിച്ച് നിന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പം ഞാൻ കോട്ടയത്തുനിന്ന് കാങ്ങഴയിലേക്ക് മാറി, അപ്പോഴും ആൾക്കാർ തയ്ക്കാൻ വേണ്ടിയിട്ട് എന്നെ കോണ്ടാക്ട് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഞാൻ എല്ലാവരോടും ഒരേ വാക്ക് പറയുന്നത് എന്നാന്ന് വെച്ചാൽ, എനിക്ക് കുറച്ച് സമയം വേണം. അതായത് ധൃതി പിടിച്ച് എനിക്ക് ഒന്നും ചെയ്തു തരാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല, എനിക്ക് കുറച്ച് സമയം വേണം. കാരണം എനിക്ക് ഈ പിള്ളേരുടെ ഇടയിലും നമ്മുടെ കാര്യങ്ങൾക്കിടയിലും ഒക്കെ ഞാനങ്ങ് എന്താ പറയുക, ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റാത്ത പോലത്തെ അവസ്ഥകൾ വരുന്നുണ്ട്. ഹെക്ടിക്കായി പോകുന്നു, ഭയങ്കര പ്രഷർ, ഞാനങ്ങ് വല്ലാണ്ട് ക്ഷീണിക്കുന്ന പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ പതുക്കെ ഉള്ള കാര്യങ്ങളെ ഞാൻ ചെയ്യുന്നുള്ളൂ. എനിക്ക് പതുക്കെ മതി എന്നുള്ള പോലെയായി. ഇപ്പോൾ പ്രൊഡക്ഷൻ ആണെങ്കിലും കുറച്ച് നിർത്തി വെച്ചപ്പോഴേക്കും നമുക്ക് ശരിയാണ്, ബിസിനസ് ഏൺ ചെയ്യാൻ പറ്റും ഒക്കെ ഉണ്ട്, എന്നാൽ കൂടെ നമുക്ക് ഒരു സമാധാനത്തെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ എനിക്ക് എൻ്റെ ഫാമിലി ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടെയൊക്കെ എല്ലാം ബാലൻസ്ഡ് ആയ പോലെ എനിക്കൊരു ഫീല്. അപ്പം ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞത് ചില ആൾക്കാർ, ചില കസ്റ്റമേഴ്സ്, ചില സംഭവങ്ങൾ ഞാൻ ഒഴിവാക്കി എന്നുള്ളത്. ഇതിലെനിക്ക് ഏറ്റവും നല്ല തീരുമാനമായി എന്നെനിക്ക് തോന്നിയ 1-2 സംഭവം ഞാൻ പറയാം. അർജൻറ്റ് വർക്കുകൾ ഞാൻ പതുക്കെ അങ്ങോട്ട് നിർത്തി. ഇപ്പോൾ ഞാൻ അർജൻറ്റ് വർക്ക് എടുക്കാറേ ഇല്ല. അർജൻറ്റ് വർക്ക് എന്ന് പറയുന്നത് ഇന്ന് തുണി തന്നിട്ട് നാളെ തിരിച്ചു തരണം എന്ന് പറയുന്നതോ, അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ആ ഔട്ട്ഫിറ്റിനെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള സമയം വളരെ കുറവാണ് എന്നുള്ള കേസിലൊക്കെ ചില ആൾക്കാർ നമുക്ക് തുണി തയ്ക്കാൻ വേണ്ടി കൊണ്ടുതരും. ആ അർജൻറ്റ് വർക്ക് പരിപാടി ഞാൻ നിർത്തിവെച്ചു. അപ്പോൾ എനിക്കൊരു കസ്റ്റമർ ഉണ്ടായിരുന്നു, അതായത് ഒരു ഫ്രണ്ട് ത്രൂ വന്നൊരു കസ്റ്റമറാണ്. അപ്പോൾ അവർ അർജൻറ്റാണ്, ഒരു സ്ലിറ്റ് ടോപ്പ് അടിച്ചാൽ മതി, പക്ഷെ നാളെ തന്നെ കിട്ടണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അർജൻറ്റ് വർക്കിനൊക്കെ ഞാൻ സ്വല്പം എമൗണ്ട് കൂട്ടിയാണ് മേടിക്കാറുള്ളത്. അപ്പോൾ പൈസ പ്രശ്നമേ അല്ല, തയ്ച്ച സാധനം കിട്ടണം എന്നുള്ള പോലെ സംസാരിച്ചു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഓക്കെ ചെയ്തു കൊടുത്തതിന് ശേഷം പിന്നെ എനിക്ക് വരുന്നതെല്ലാം ഈ അർജൻറ്റ് ഓർഡർ, അതായത് അവരുടെ സൈഡിൽ നിന്ന് വരുന്നത്. അതായത് എപ്പോൾ കൊണ്ടു തന്നാലും പിറ്റേന്ന് വഴിക്ക് വേണം എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട്. അതായത് ഫങ്ഷൻ നാളെ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേ ആണെങ്കിൽ അത് നാളെ ആയിരിക്കും, പക്ഷേ ഇന്നേ തുണി കൊണ്ട് തരത്തുള്ളൂ. അപ്പോൾ രാത്രി
ഉറക്കമൊക്കെ മാറ്റി വെച്ചായിരിക്കും നമ്മൾ ചിലപ്പോൾ ഇത് ചെയ്യുന്നത്. അങ്ങനെ ഒരു 4-5 പ്രാവശ്യമായി കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ ഓർത്ത് ഇത് ശരിയായ ഒരു കാര്യമല്ലല്ലോ. കാരണം എനിക്ക് ബാക്കിയുള്ളവരുടെ ഒരു പക്ഷേ ആ സമയം കൊണ്ട് ഇങ്ങനെ ഇപ്പം ഞാൻ ചിന്തിക്കുമോ ഇന്ന് രാത്രി ഉറക്കമുള്ളത് ഇത് ചെയ്യുവാണെങ്കിൽ അപ്പോൾ വേറുള്ളവരുടെ അതുപോലെ ചെയ്താൽ മതിയില്ലേ എന്നുള്ളൊരു തോട്ട് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ചേച്ചി ഇങ്ങനെ അർജൻറ്റ് വർക്ക് മാത്രം എനിക്ക് പറ്റത്തില്ല ഇനി അങ്ങോട്ട്. എന്നുവെച്ചാൽ സ്ട്രെയിൻ കൂടുതലാണ്. നോർമലായിട്ട് ഇപ്പം നിങ്ങൾ ഫംഗ്ഷൻ ഉള്ളപ്പോൾ അറിയാമല്ലോ, കുറച്ച് ദിവസം മുന്നേ ഒരു 2-3 ദിവസം മുന്നേ ആണെങ്കിലും കൊണ്ട് തന്നേച്ചാൽ മതി എന്നിങ്ങനെ പറഞ്ഞു. അപ്പം ഇടയ്ക്കൊക്കെ അർജൻറ്റ് വർക്ക് പിടിക്കുമായിരുന്നു. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ റെഗുലറായിട്ട് നമുക്ക് തയ്ക്കാൻ തരുന്ന ഒരാൾ അവർക്കൊരു അത്യാവശ്യം വന്നു, അങ്ങനെയുള്ള സ്റ്റേജിൽ എൻ്റെ ടൈമും ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ചില സമയത്ത് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ നമ്മുടെ ഹെൽത്ത് ഓക്കെ ആയിരിക്കത്തില്ല, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള സമയത്ത് പിടിക്കാൻ പറ്റത്തില്ല. അല്ലാത്ത കേസിലെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർജൻറ്റ് വർക്ക് മാത്രമേ തരത്തുള്ളൂന്നായി. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ എനിക്കത് പറ്റത്തില്ല എന്നുള്ള പോലെ ഞാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ സ്റ്റിച്ചിങ് ലൈഫിൽ തന്നെ എനിക്ക് നല്ലോണം വിഷമമായിട്ടുള്ള, അതായത് ഞാൻ അത്രയും കഷ്ടപ്പെട്ടിട്ടും എനിക്കങ്ങനെ ഫേസ് ചെയ്യേണ്ടി വന്നല്ലോ എന്നോർത്തുള്ള ഒരു വിഷമം വന്നിട്ടുള്ള 1-2 ഇൻസിഡൻസ് ഉണ്ട്. ബിസിനസ്സിൻ്റെ കാര്യമല്ല, സ്റ്റിച്ചിങ്ങിൻ്റെ ആ ഒരു ഫീൽഡിൽ. അപ്പോൾ ഞാൻ എൻ്റെ 3ാമത്തെ കുഞ്ഞിനെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്താണ് ഈ സംഭവം. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സിമ്പിൾ വർക്കാണ്. ഒരു അംബ്രല്ല സ്കേർട്ടും ഒരു പ്രിൻസസ് കട്ട് ബ്ലൗസും, പിന്നെ ഒരെണ്ണം പറഞ്ഞത് ഒരു പലാസോ സെമി പലാസോ അല്ല ഒരു പലാസോ കൈൻഡ് ഓഫ് പാൻറ്റും, പിന്നെ വെച്ചാൽ അംബ്രല്ല പലാസോ ഇല്ലേ അതും പിന്നെ പോയിട്ട് ഒരു ടോപ്പ് പോലെ വരുന്ന ഒരു പാറ്റേണും. അപ്പോൾ വർക്ക് തന്നപ്പോഴേ ഞാൻ പറഞ്ഞു എൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണമുണ്ട്, ആ കല്യാണ വർക്കെല്ലാം എനിക്കാണുള്ളത്, അപ്പോൾ എനിക്കത് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും കൊടുക്കാം. അപ്പോൾ ഇന്ന ദിവസമാണ് കല്യാണം, ആ കല്യാണം കൂടെ എനിക്ക് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഈ വർക്ക് ഞാൻ സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ തയ്ക്കാനായിട്ട് എനിക്ക് 1-2 ദിവസമേ ഗ്യാപ്പുള്ളൂ. അതായത് കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് തയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു 2-3 ദിവസത്തെ ഗ്യാപ്പൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കല്യാണ പരിപാടികളെല്ലാം നല്ല മനോഹരമായിട്ട് കഴിഞ്ഞു. എനിക്ക് എൻ്റെ വർക്കുകളെല്ലാം കല്യാണ റിലേറ്റഡ് ആയിട്ടുള്ള വർക്കെല്ലാം നല്ലപോലെ എനിക്ക് ചെയ്യാൻ പറ്റി. ഒരുപാട് പേരെന്നോട് കോംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാര്യം കല്യാണ ഫംഗ്ഷന് ഞാനും പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഫ്രണ്ട് ഇങ്ങനെ എടുത്തെടുത്ത് പറയുന്നുണ്ട്, ഇവള് തയ്ച്ചതെന്ന് പറഞ്ഞ് എല്ലാവരും പറയുന്നുണ്ടായിരുന്നു. ആ ഒരൊറ്റ ഫംഗ്ഷൻ ഞാൻ അറ്റൻഡ് ചെയ്തതോടെ ഒരു 10 ഓർഡറെങ്കിലും എനിക്ക് വേറെ വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ മറ്റേ വർക്ക്, അത് ഞാൻ വന്നു കഴിഞ്ഞ് ഒന്ന് സെറ്റായി കഴിഞ്ഞപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്തു. എന്താ പറയുക, അംബ്രല്ല സ്കേർട്ടും ബ്ലൗസും ആയിരുന്നു ഞാൻ ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായിരുന്നു അവർക്ക് ആദ്യം വേണ്ടിയിരുന്നത്. ഞാനത് റെഡിയാക്കി. ആ കൂടെ തന്നെ മറ്റേതും ഒരു വിധമൊക്കെ ഞാൻ കട്ടിങ്ങൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിനകത്തൊരു പ്രശ്നം ഉണ്ടായിരുന്നത്, ഇവരെനിക്ക് തന്നത് ഈ അംബ്രല്ല സ്കേർട്ടല്ല, മറ്റേ ഇപ്പോൾ പലാസോ പാൻറ്റ് ടോപ്പെന്ന് ഞാൻ പറഞ്ഞില്ലേ, ഇത് അവരെനിക്കൊരു സാരിയായിരുന്നു തന്നിട്ടുണ്ടായിരുന്നു. അത് വെച്ച് വേണമായിരുന്നു ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ മെറ്റീരിയലാണെങ്കിൽ ഭയങ്കര പാടുള്ള ഒരു മെറ്റീരിയലായിരുന്നു. കുറേ മുത്തും കുറേ സ്റ്റോണും ഒക്കെ ആയിട്ട് വരുന്നൊരു മെറ്റീരിയൽ. അപ്പോൾ ഇത് കട്ട് ചെയ്യണേ തന്നെ ഒരു പാടാണ്. അപ്പോൾ പിന്നെ സ്റ്റിച്ച് ചെയ്യുന്ന കാര്യം പറയാതിരിക്കുമല്ലോ ഭേദം. എന്തായാലും ആ സമയത്ത് എനിക്ക് ഭംഗിയായിട്ട് അത്രയൊക്കെ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റി. അപ്പോൾ ഞാൻ കസ്റ്റമറിനോട് ഞാൻ പറഞ്ഞു വന്നൊന്ന് ട്രയൽ ചെയ്ത് നോക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. പക്ഷെ ആൾ വരാതെ ആളുടെ ആരെയോ പറഞ്ഞു വിട്ടു ഇത് മേടിച്ചുകൊണ്ട് വരാൻ വേണ്ടിയിട്ട്. കാരണം എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് അപ്പോഴല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. എടുത്തുകൊണ്ട് പോകുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ? വന്നതൊന്ന് ഇട്ട് നോക്കി അതിനകത്ത് എന്തെങ്കിലും ഓൾട്രേഷൻ ഉണ്ടെങ്കിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ കസ്റ്റമറിനോട് വരണമെന്ന് പറഞ്ഞത്. ആൾ വേറൊരാളിനെ പറഞ്ഞു വിട്ടു. ഞാൻ സാധനം കൊടുക്കുകയും ചെയ്തു. ആളിത് മേടിച്ചുകൊണ്ട് പോയതിന് ശേഷം ഉണ്ടല്ലോ എനിക്ക് ഭയങ്കര വോമിറ്റിംഗ് ആയിരുന്നേ. എന്തോ ഫുഡ് പോയ്സൺ എന്തോ ആണ്, ഭയങ്കര വോമിറ്റിംഗ് ആയിട്ട്. അപ്പം ഭയങ്കരമായിട്ട് എനിക്ക് ടയേർഡായി. അപ്പോൾ നിങ്ങൾക്കറിയാലോ പ്രഗ്നൻ്റ് ആണ്, അപ്പോൾ അതിനകത്ത് ഭയങ്കര റിസ്ക് ഉണ്ട്. അപ്പോൾ എൻ്റെ അച്ഛൻ നമുക്കൊരു കാര്യം ചെയ്യാം, ആശുപത്രി പോകാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോയി. അവർ 2-3 ട്രിപ്പൊക്കെ ഇട്ടു. രാത്രി 1 മണി വരെ അവരെന്നെ അവിടെ എന്താ പറയുക നിർത്തി. അതായത് ട്രിപ്പാണെങ്കിൽ പതുക്കെ ആയിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. എന്തായാലും 1 മണി. അപ്പോൾ എൻ്റെ മനസ്സിൽ തന്നെ ഞാൻ ഓൾറെഡി ഒരെണ്ണം ചെയ്ത് കൊടുത്തു, പിന്നെ ഒരെണ്ണം കൂടെ ഉള്ളൂ. അപ്പോൾ അതെനിക്ക് ഓൾമോസ്റ്റ് വെട്ടിയെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എനിക്ക് സ്റ്റിച്ച് ചെയ്യാൻ അപ്പോൾ സമയമുണ്ട് താനും.
നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കാമെന്ന് അറിയത്തില്ല. ഒരു 10 മണി തൊട്ട് ഈ ചേച്ചി എന്നെ വിളിച്ചുകൊണ്ടിരിക്കുവാണ്. അതെ, ഇട്ട് നോക്കിയപ്പോഴത്തേന് എന്തോ സ്കേർട്ടിൻ്റെ അവിടെ ഒരു ചെറിയ ലൂസുണ്ട്, അത് എനിക്ക് റെഡിയാക്കി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ചെറിയ ലൂസല്ലേ, അത് ഞാൻ റെഡിയാക്കി തരാം, ഞാനിപ്പോൾ ഹോസ്പിറ്റലിലാണ്, ഞാൻ വന്നു കഴിഞ്ഞിട്ട് ചേച്ചി അത് വീട്ടിൽ കൊടുത്തേരെ, ഞാനത് റെഡിയാക്കി വെച്ചേക്കാം, എന്തോരം കുറയ്ക്കണം എന്നുള്ളതൊന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചിരുന്നാൽ മതി, ഞാനത് റെഡിയാക്കി വെച്ചേക്കാം എന്ന് പറഞ്ഞപ്പോൾ ആൾ പറഞ്ഞു അത് മാത്രമല്ല ബ്ലൗസിന് ഹുക്കല്ലേ വെച്ചേക്കുന്നത്, എനിക്ക് ഹുക്ക് വേണ്ട, സിബ് മതിയെന്ന്. എനിക്ക് അത് കേട്ടപ്പോൾ ഒരു വല്ലാത്തൊരു ഫീൽ തോന്നി. അതായത് ഞാൻ ഓൾറെഡി ഫിനിഷ് ചെയ്തു ആ വർക്ക്, എന്നിട്ടാണ് അവർ പറയുന്നത് സിബ് വെച്ചാൽ മതിയെന്ന്. അപ്പോൾ ഞാനിത് ഒന്നേന്ന് അഴിക്കണ്ടേ. ഞാൻ പറഞ്ഞു ചേച്ചി അത് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, കാര്യം ഇത് നേരത്തെ പറയേണ്ടതായിരുന്നു, നമ്മൾ കട്ട് ചെയ്യുമ്പോഴേ അതൊക്കെ വെച്ച് വേണം കട്ട് ചെയ്യാനായിട്ട്, ഇപ്പോൾ പറഞ്ഞിട്ടൊന്നും കാര്യമില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അയ്യോ പറ്റത്തില്ല, എനിക്കിതിങ്ങനെ ഇടാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് അയ്യോ എനിക്കറിയാൻ പാടില്ല. അപ്പോൾ അത് മാത്രമല്ല, എൻ്റെ കയ്യിൽ അതിന് മാച്ചിങ്ങുള്ള സിബോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഞാൻ ആളിനോട് അതൊക്കെ പറഞ്ഞു. ഞാൻ തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ ഈ ഡ്രസ്സും സിബും എല്ലാം വീട്ടിലുണ്ട്. അപ്പോൾ ആ ഹോസ്പിറ്റലൊന്ന് കിടന്നതല്ലാതാണ്ട് എനിക്കൊന്ന് സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റിയിട്ടില്ല. അത് കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇതിങ്ങനെ കണ്ടപ്പോൾ ഇനി ഇത് തീർക്കണമല്ലോ എന്നായി. സത്യം പറഞ്ഞാൽ ഞാൻ ഉറങ്ങാതെ ആ ഓൾട്രേഷൻസ് എല്ലാം റെഡിയാക്കി എടുത്തു. വെളുപ്പിന് ആളൊരു 3 മണിയായപ്പോൾ എന്നെ വിളിച്ചു. അതായത് കണ്ണൊന്ന് അടയ്ക്കാനുള്ളൊരു സമയം പോലും എനിക്ക് തരാതെ 3 മണിയായപ്പോൾ വിളിച്ചിട്ട് പറഞ്ഞു ഞാനിപ്പോൾ അങ്ങോട്ട് വരുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞാൽ പോരെ, നിങ്ങളൊന്ന് ആലോചിച്ച് ഒരു 3 മണിക്കൊക്കെ ഫംഗ്ഷൻ അവർക്ക് പോകേണ്ടത് 7 മണിക്ക് 8 മണിക്ക് എന്തോ ആണ്. ഞാൻ പറഞ്ഞു പോരാൻ പറഞ്ഞു. അപ്പോൾ ആൾ വന്നു, ഇട്ട് നോക്കി, കുഴപ്പമൊന്നുമില്ല, കൊണ്ടുപോയി. ഞാനപ്പോൾ ഒന്ന് ഉറങ്ങി കേട്ടോ. എന്നിട്ട് സ്വല്പം കഴിഞ്ഞിട്ടാണ് എഴുന്നേറ്റത്. സ്വല്പം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു 7 മണി 8 മണിയൊക്കെ ആയപ്പോൾ അത്രയൊക്കെ കിടക്കാൻ പറ്റുള്ളൂ. കാര്യം പിള്ളേരൊക്കെ എഴുന്നേറ്റ് വരുമ്പോഴേക്കും നമുക്ക് പിന്നെ കിടക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ അടുത്ത വർക്കിലേക്ക് കടന്നു. ഇപ്പോൾ സ്റ്റിച്ച് ചെയ്യാനുള്ളതൊക്കെ ചെയ്യാൻ തുടങ്ങി. അതിൽ രസം എന്താണെന്ന് പറഞ്ഞാൽ കസ്റ്റമർ എന്താണോ ഡിമാൻഡ് ചെയ്തത് അതനുസരിച്ചാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ആ പാൻസിൻ്റെ കാര്യമല്ല പ്രശ്നം വന്നത്, അതിൻ്റെ ടോപ്പിൻ്റെ കാര്യത്തിലാണ് വന്നത്. അതായത് ആൾ പറഞ്ഞിരിക്കുന്നത് ഒരു പകുതി വരേക്കും ഇങ്ങനെ ലൈനിങ് പോലെ വന്നിട്ട് ബാക്കി ഇങ്ങനെ ഫ്ലെയർ പോലെ വരുന്നൊരു ടൈപ്പ് ഫ്രണ്ടിൽ സ്ലിറ്റൊക്കെ വന്നിട്ട്. അപ്പോൾ എനിക്ക് പറഞ്ഞ അളവെന്ന് പറയുന്നത് ഒരു 18 ഇഞ്ചിൽ 18-19 ഇഞ്ചിൽ വരേക്കും ലൈനിങ് വേണം, അത് കഴിഞ്ഞിട്ട് സ്ലിറ്റുള്ള ഭാഗം മതി എന്നാണ്. പക്ഷെ അതിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് ഒരു 14 ഇഞ്ചിലൊക്കെ നമ്മൾ മറ്റേ ആ ബ്ലൗസിൻ്റെ ഒക്കെ മാതിരി ക്രോപ്പ് ടോപ്പൊക്കെ പോലെ ചെയ്ത് വെച്ചിട്ട് ബാക്കിക്ക് അങ്ങനെ കൊടുക്കുന്നത്. അപ്പോൾ ആൾ പറഞ്ഞു ആൾക്ക് വയറ് കാണണ്ട, അതൊരു ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിട്ട് ഓക്കെ എന്നാൽ പിന്നെ അവർ പറയുന്ന അനുസരിച്ചല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അത് ചെയ്ത് കൊടുത്തപ്പോൾ ആൾ പറഞ്ഞു ഇല്ല പോരാ, ഇത് മുകളിലേക്ക് കയറ്റണം. ഓ ശരി, അപ്പോൾ നമ്മൾ മുകളിലേക്ക് കയറ്റാം, പക്ഷെ കുഴപ്പമില്ല, പക്ഷെ ലെങ്ത് കുറഞ്ഞു പോകും, ടോപ്പിൻ്റെ ലെങ്ത് കുറഞ്ഞു പോകും. അപ്പോൾ ഇട്ട് നോക്കിയപ്പോൾ ലെങ്ത് കുറഞ്ഞു പോയി. അത് പിന്നെ അങ്ങനെയല്ലേ വരുള്ളൂ. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കഷനായി. ഞാൻ പറഞ്ഞത് ഇതാണ് അളവ്, എനിക്കിതിനകത്ത് ചേച്ചി പറഞ്ഞ പോലെ തന്നെ ഞാൻ ചെയ്തിട്ടുള്ളൂ. കാരണം അതായത് ചില ആൾക്കാർ എല്ലാം അറിയാമെന്നുള്ള രീതിയിൽ നമ്മുടെ അടുത്ത് വന്ന് പറഞ്ഞിട്ട് ഞാൻ പറയുന്ന പോലെ അങ്ങ് ചെയ്തേച്ചാൽ മതി എന്ന് പറയുന്നവരോട് ഞാൻ അധികം ആർഗ്യൂ ചെയ്യാൻ പോകാറില്ല. അതേ സമയത്ത് നമ്മളോട് സജഷൻ ചോദിക്കുന്ന ആൾക്കാരുണ്ട്, ഇങ്ങനെ ചെയ്താൽ കൊള്ളായിരിക്കുമോ, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താൽ നിൻ്റെ അഭിപ്രായം എന്താ, ഇങ്ങനെ ചെയ്താൽ എന്തെങ്കിലും പ്രശ്നം വരുമോ. പക്ഷെ ഇവരെങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ ഇത് മതി, അത് ഒരു പ്രശ്നമല്ല, ഇത് മതി എന്ന് പറയുന്ന ആൾക്കാരായിരുന്നു. അങ്ങനെ രണ്ടാമത്തെ സെറ്റ് എന്ന് പറയുന്നത് ഒരു പകുതി കൊണ്ട് ഫ്ലോപ്പ് ആണെന്ന് തന്നെ വേണം പറയാനായിട്ട്. അപ്പോൾ ആള് വേറെ എന്തോ ഡ്രസ്സ് ഇട്ടിട്ടാണ് പോയത്, പക്ഷെ തലേന്നിട്ടത് നല്ല കോംപ്ലിമെൻറ്റ്സ് ഒക്കെ കിട്ടിയെന്ന് എന്നോട് ഇങ്ങനെ വന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പം ഇതിന് മുന്നേ ആ സ്കേർട്ടും ബ്ലൗസില്ലേ, അതായത് ബ്ലൗസ് പ്രിൻസസ് കട്ട് ബ്ലൗസ് 500-ഉം അംബ്രല സ്കേർട്ട് 600-ഉമാണ് ഞാൻ ചാർജ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആളൊരു 1000 രൂപ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാക്കി പിന്നെ തരാമെന്ന് പറഞ്ഞിട്ട് പോയി. പിന്നെ ആളിനെ കണ്ടിട്ടേ ഇല്ല. ആളുടെ കോൺസെപ്റ്റ് ചിലപ്പോൾ അത് ശരിയായി കാണില്ല, ഡ്രസ്സ് സെറ്റായില്ലല്ലോ അതുകൊണ്ട് അത് കൊടുക്കണ്ട എന്നുള്ള പോലെ ആയിരിക്കും. പക്ഷെ ഞാൻ ആളെന്താണ് പറഞ്ഞത് അതാണ് ചെയ്തു വെച്ചത്. ഒരു വഴക്കിടാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ പിന്നെ അതിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോയില്ല. പിന്നെ അതുപോലെ തന്നെ ഈ അർജൻറ്റ് വർക്കിൽ എനിക്ക് കിട്ടിയ വേറൊരു പണി എന്താണെന്ന് വെച്ചാൽ, എൻ്റെ കുഞ്ഞുണ്ടായി, 3ാമത്തെ കുഞ്ഞുണ്ടായി, ഒരു 3 മാസമൊക്കെ എത്തുന്നതിനൊക്കെ മുന്നേ ആയിട്ട് ഞാൻ പതുക്കെ സ്റ്റിച്ചിങ് ഒക്കെ ചെയ്ത് തുടങ്ങിയ ശേഷം, അപ്പോൾ നമുക്ക് മറ്റേ ബിസിനസ് വർക്കൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അത് ഭായിമാരത് ചെയ്യും, എനിക്ക് വരുന്ന വർക്കുകൾ ചെയ്യും, ഇങ്ങനെയായിരുന്നു. അപ്പോൾ ഇതുപോലെ തന്നെ ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് എൻ്റെ ഫ്രണ്ട് ത്രൂ വന്നൊരു ഓർഡറാണ്. എന്നുവെച്ചാൽ അവൾ വർഷങ്ങളായിട്ട് എനിക്ക് തയ്ക്കാൻ തരുന്നതാണ്, ഇപ്പോഴും തരുന്നുള്ള ഒരാളാണ്. അതായത് എനിക്കൊരു 10-15 മണിക്കൂർ മാത്രമേ സമയമുള്ളൂ ആ ഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലത്തെ സമയത്താണ് അവരത് കൊണ്ട് തരുന്നത്. അപ്പോൾ ഞാൻ കഴിവിൻ്റെ പരമാവധി ഊരി വരാൻ വേണ്ടി നോക്കി, പക്ഷേ ഇല്ല സൂര്യ ചെയ്യണം എന്നുവെച്ചാൽ ലാസ്റ്റ് മിനിറ്റ് ഇതൊന്നും ആരും ചെയ്ത് കൊടുക്കൂല, അത് അവർക്കറിയാം.
അപ്പോൾ ഞാൻ റേറ്റ് പറഞ്ഞു, റേറ്റ് ഒന്നും ഒരു പ്രശ്നമേ അല്ല, മണി ഈസ് നോട്ട് എ മാറ്റർ എന്നാണ് അവർ പറഞ്ഞത്. അങ്ങനെ ഞാൻ ബ്ലൗസ് തയ്ച്ചു റെഡിയാക്കി. അതായത് ഇവർ വരുന്ന സമയം കൊണ്ട് തന്നെ ഓൾമോസ്റ്റ് ഇത് റെഡിയാണ്, എനിക്കിനി ഹെമ്മിങ്ങും കൂടെ ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ ആൾ വീട്ടിൽ വരുന്നു. ഹസ്ബൻഡും കുഞ്ഞുങ്ങളും ഒക്കെ ആയിട്ടാണ് വന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേച്ചി ഒരു 10 മിനിറ്റ് ഹെമ്മിങ്ങോടെ ചെയ്താൽ മതി, ഒന്ന് വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് എൻ്റെ കുഞ്ഞ് കരഞ്ഞു. ഞാൻ പാൽ കൊടുക്കാൻ വേണ്ടിയിട്ടും കൂടെ പോയി. പാൽ കൊടുത്ത് തിരിച്ച് വന്നപ്പോഴേക്കും ആൾ വീണ്ടും വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേച്ചി സ്വല്പ നേരം കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യണം, ഞാൻ കൊച്ചിന് പാൽ കൊടുക്കാൻ വേണ്ടി പോയതാണ്, ഇപ്പോൾ തന്നെ അത് റെഡിയാക്കാമെന്ന്. നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ ഹെമ്മിങ് ചെയ്യാൻ എന്തോരം നേരം ആവശ്യമുള്ളതാണെന്നുള്ളത്. ഒരു 10 മിനിറ്റ് എന്തായാലും എടുക്കുമല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേച്ചി ഒരു 10 മിനിറ്റത്തെ കാര്യമുള്ളൂ. പിന്നെ അവരങ്ങോട്ട് ഷൗട്ട് ചെയ്യാൻ തുടങ്ങി. ഈ തയ്യക്കാരെല്ലാം ഇങ്ങനെ, ഇതാണ് ഞാൻ ഇങ്ങനെയുള്ളിടത്തൊന്നും തയ്ക്കാൻ കൊടുക്കുകയില്ലാത്തത്, വലിയ ബുട്ടീക്കിലും കൊടുത്താൽ മതിയായിരുന്നു. അവർ പറഞ്ഞ A to Z കാര്യമൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല, പറയാൻ കൊള്ളത്തില്ലാത്ത കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അത് ഫുള്ളായിട്ട് അങ്ങോട്ട് ഇൻസൾട്ട് ചെയ്ത് തന്നെ സംസാരിക്കുമായിരുന്നു. എൻ്റെ നല്ല സ്വഭാവത്തിന്, എൻ്റെ ശരിക്കുള്ള സ്വഭാവത്തിന് ഞാൻ അത് ഒരൊറ്റ വെട്ടിന് തീർത്തേനെ. പക്ഷെ നമ്മുടെ അന്നം മുട്ടിക്കുന്ന പരിപാടിയാണല്ലോ എന്ന് ബോധമുള്ളതുകൊണ്ട് ഞാൻ ആ പരിപാടിക്കൊന്നും നിന്നില്ല. അതുമാത്രമല്ല, ഇവർ പറയുന്ന ഒരു കാര്യത്തിന് ഞാൻ തിരിച്ച് ആർഗ്യൂ ചെയ്യാൻ നിന്നില്ല. ആളിങ്ങനെ കുറേ തയ്യക്കാരെയും തയ്ക്കുന്ന ചേച്ചിമാരെയും എല്ലാം ഇങ്ങനെ കുറ്റം പറഞ്ഞ്, അല്ലെങ്കിലും അങ്ങനെ ആൾക്ക് ചിലപ്പോൾ ആളുടെ ലൈഫിൽ പല പല ഇൻസിഡൻറ്റ് ഉണ്ടായി കാണും. പക്ഷേ എല്ലായിടത്തും അതുകൊണ്ട് അപ്ലൈ ചെയ്യണമെന്നുണ്ടോ? അപ്പോൾ ഇങ്ങനെ കുറേ റൂഡായിട്ട് സംസാരിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേച്ചി ഞാൻ ചേച്ചിയോട് മാന്യമായിട്ട് പറഞ്ഞതാണ്, എനിക്ക് ഈ വർക്ക് തരണ്ട, വേറെ എവിടെയെങ്കിലും കൊണ്ട് കൊടുത്തോ, പിന്നെ തന്നും വെച്ച് ഇങ്ങനെയൊക്കെ പറയേണ്ട കാര്യമൊന്നുമില്ല. അപ്പം ഞാൻ ഏതായാലും ആ സമയം കൊണ്ട് ഹെമ്മിങ് ഒക്കെ ചെയ്തു. എനിക്ക് ഇങ്ങനെയും അവരൊന്ന് വീട്ടിൽ നിന്ന് ഇറക്കി വിടണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഹെമ്മിങ് എല്ലാം ചെയ്ത് ഞാൻ പറഞ്ഞു, ഇതൊന്ന് ഇട്ട് നോക്കാൻ പറഞ്ഞു. അങ്ങനെ ആളിട്ട് നോക്കി. 10 ഇഞ്ചാണ് ബ്ലൗസിൻ്റെ കഴുത്തിൻ്റെ ഇറക്കം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സത്യം പറയല്ലോ, ഫസ്റ്റ് ടൈമിൽ തന്നെ അവർക്ക് ആ ഫിറ്റിംഗ് എല്ലാം സെറ്റായിരുന്നു. അപ്പോൾ തിരിച്ചെന്തെങ്കിലും ആർഗ്യൂ ചെയ്യണമല്ലോ, അതിന് വേണ്ടിയിട്ട് അയ്യോ ബ്ലൗസ് ഇത്രയും കഴുത്ത് ഡെപ്ത് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു, എനിക്കൊരു 8 ഇഞ്ച് മതിയായിരുന്നു. ഞാൻ പറഞ്ഞു, അളവെടുക്കുമ്പോൾ അത് പറയരുതോ, അളവെടുത്തപ്പോൾ 10 ഇഞ്ച് വേണമെന്ന് പറഞ്ഞു, പക്ഷേ ഇട്ട് കഴിയുമ്പോൾ 8 ആക്കാനായിട്ട് എനിക്ക് മാജിക്ക് അറിയത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ആർഗ്യുമെൻറ്റ് കൂടി എൻ്റെ കയ്യിൽ നിന്നും പോയി തുടങ്ങി. നിങ്ങളൊന്ന് ആലോചിക്കണം, ഞാൻ ഈ 3 പിള്ളേരെയും വെച്ച് അത്രയും വരെ എത്തിച്ചപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര, അതായത് അവർ പറഞ്ഞ സമയത്തിനുള്ളിൽ ഞാൻ ചെയ്തല്ലോ എന്നുള്ളൊരു സന്തോഷത്തിൽ ഞാൻ നിൽക്കുമ്പോഴാണ് ഈ ഒരു ബോംബ് പൊട്ടുന്നത്. ഞാൻ എൻ്റെ ഫ്രണ്ടിനെ വിളിച്ചു, എടി ഇതുപോലെയാണ് സീൻ എന്നൊക്കെ പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, അവൾ മേ ബി പിള്ളേരെയൊക്കെ നോക്കി ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കും, അതുകൊണ്ടായിരിക്കും, നീ അത് മൈൻഡ് ചെയ്യേണ്ടെന്ന് പറഞ്ഞു. നമുക്ക് ഫ്രസ്ട്രേഷനൊന്നും ഇല്ലല്ലോ, നമ്മൾ ഭയങ്കര എപ്പോഴും ചിൽ മൂഡാണല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ലായിരിക്കും. എന്തായാലും അവരത് അന്ന് മേടിച്ചില്ല. പിറ്റേന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, കഞ്ഞിക്കുഴിയിൽ ഇന്ന കടയിൽ കൊണ്ട് കൊടുക്കണം എന്ന് പറഞ്ഞു. ആരുടെയാണ് ആവശ്യം ആരുടെയാണെന്നുള്ള ബോധം അവർക്ക് വേണമല്ലോ. ഞാൻ പറഞ്ഞു, വീട്ടിൽ വന്ന് വേണമെങ്കിൽ എടുത്തോളാൻ പറഞ്ഞു. അപ്പോൾ അന്നാണെങ്കിൽ എനിക്ക് ഹോസ്പിറ്റലിലൊക്കെ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു, കൊച്ചിൻ്റെ വാക്സിനേഷനൊക്കെ ആയിട്ട്. ഞാൻ പറഞ്ഞു, ഞാൻ വീട്ടിലില്ല, എനിക്കിത് എത്തിച്ചേരാനും പറ്റത്തില്ല, വേണേൽ വന്ന് എടുത്തോളാൻ പറഞ്ഞു. അപ്പം ഇതൊന്നും ഇവരുടെ പ്രശ്നമല്ല, ഇതൊന്നും ഇവരുടെ പ്രശ്നമല്ല, എൻ്റെ പ്രശ്നമാണ്. ഞാൻ ഒഴിവാക്കേണ്ടവരെ ഒഴിവാക്കിയില്ല. ഞാൻ നല്ല ബോൾഡാണെന്നൊക്കെ ഞാൻ വിചാരിക്കുമെങ്കിലും പക്ഷെ സത്യം പറഞ്ഞാൽ ഞാൻ അത്ര ബോൾഡായിട്ടുള്ള ഒരാളല്ല. അതെനിക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ചില സംഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ വന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഓരോ സംഭവങ്ങളും അങ്ങ് കഴിയുമ്പോഴേക്കും ഞാൻ ഇരുന്ന് കരയുന്നതിന് കയ്യും കണക്കുമില്ല. എൻ്റെ കയ്യിൽ വരുന്ന ഓരോ വർക്കും അതിൻ്റെതായ ഭംഗിയിൽ ചെയ്തു കൊടുക്കണമെന്ന് അവരെക്കാളും ആഗ്രഹിക്കുന്ന ഒരാൾ ഞാനാണ്. പക്ഷെ അതിൻ്റെ പേരിൽ ഞാൻ എന്നെ തന്നെ അടിയറവ് വെച്ചിട്ടില്ല. ഇവരുടെയൊക്കെ വിചാരം പൈസയല്ലേ തരുന്നത്, എന്നാൽ പിന്നെ നിനക്ക് ചെയ്തുകൂടെ എന്നുള്ളൊരു രീതിയാണ്. ഞാൻ ഈ ലാസ്റ്റ് പറഞ്ഞില്ലേ, അതായത് ഈ ബ്ലൗസ് ആ സംഭവം, ആ പുള്ളിക്കാരത്തി എനിക്ക് പൈസ തരാൻ തന്നെ ഒരു 2 ആഴ്ച എന്നിട്ട് വലിപ്പിച്ചു. അറിയാമോ, ഞാനത് പോട്ടേന്ന് വെച്ച ഞാൻ ഓർത്ത് വിട്ടേക്കാം, എത്രയോ കാര്യങ്ങൾ നമ്മൾ വേണ്ടാത്ത വെക്കുന്നത്, ഇതും അങ്ങ് വിട്ടേക്കാം. പക്ഷെ പിന്നെ എനിക്ക് തോന്നി അതിൻ്റെ ആവശ്യം തന്നെ ഇരിക്കുന്നത്. കാരണം ഇപ്പം നിങ്ങൾ വിചാരിക്കും, ഒരു നോർത്ത് ഇന്ത്യൻകാരനെ വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്യിക്കുമ്പോഴുണ്ടല്ലോ, ഇവർ ലേറ്റ് നൈറ്റിന് നമുക്കൊരു വർക്ക് കൊടുക്കുകയാണെങ്കിൽ, അതായത് യൂഷ്വലി ചെയ്യുന്ന അല്ലാതെ നമുക്കൊരു അർജൻറ്റ് വർക്ക് വരുവാണെങ്കിൽ നൈറ്റ് എടുപ്പിക്കുന്നതിനൊരു ഇത്ര രൂപ മേടിക്കും. പോരാത്തിന് അർജൻറ്റ് വർക്ക് എന്ന് കേൾക്കുമ്പോൾ അവരും മേടിക്കും ഒരു തുക. അപ്പം ഞാൻ ഭായിമാരെ വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നു എന്നറിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേന് എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് പറഞ്ഞു, അതായത് സ്റ്റിച്ചിങ്ങിൻ്റെ ചാർജൊക്കെ ഞാൻ പതുക്കെ കൂട്ടി കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ അവളുടെ അടുക്ക് അവൾ തയ്ച്ചപ്പോൾ ഇങ്ങനെ എമൗണ്ട് പറഞ്ഞപ്പോഴേക്കും അവൾ എന്നോട് പറഞ്ഞു, അതിന് നീ അല്ലല്ലോ തയ്ക്കുന്നത്, ഇപ്പോൾ അവന്മാരല്ലേ തയ്ക്കുന്നത്, അവർക്ക് വലിയ പൈസയൊന്നും കൊടുക്കണ്ടെന്ന് എനിക്കറിയാം, അതുകൊണ്ട് ഇത്ര റേറ്റൊന്നും തരാൻ പറ്റത്തില്ലെന്ന്. അപ്പം മാന്യമായിട്ട് എനിക്ക് പറയാൻ പറ്റിയ ഉത്തരം, നിനക്ക് തരാൻ പറ്റത്തില്ല, നിനക്ക് തരാൻ പറ്റുന്നിടത്ത് കൊണ്ട് കൊടുത്തു എന്നല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഏറ്റവും അടുത്ത് എന്നെ വിളിച്ചിട്ടൊരു ചേച്ചി പറഞ്ഞു, അർജൻറ്റാണ് ഒരു ബ്ലൗസ്, എനിക്ക് ഒരു ചുരിദാർ എനിക്ക് അടിച്ച് തരണം, എനിക്ക് വൈകുന്നേരത്തിനുള്ളിൽ ചെയ്ത് തരണം എന്ന് പറഞ്ഞു. സ്പോട്ടിങ് ഞാൻ പറഞ്ഞു, പറ്റത്തില്ല, എനിക്ക് അതിനുള്ള സമയമില്ല, അത്രയും ഷോർട്ട് ടൈമിൽ എനിക്കത് ചെയ്തു തരാനുള്ള സമയമില്ല,
ചേച്ചി അത് വേറെ എവിടെയെങ്കിലും കൊടുത്തോളാൻ പറഞ്ഞു. അപ്പോൾ അന്ന് എന്തോ സൺഡേ എന്തോ ആണേ. അപ്പോൾ ആൾ പറഞ്ഞു അയ്യോ എനിക്ക് വേറെ കൊടുക്കാനുള്ള സ്ഥലമൊന്നുമില്ല, ഷോപ്പൊന്നും ഇല്ല, അതുകൊണ്ടാണ് വിളിച്ചത്. അവരുടെ ലാസ്റ്റ് ഓപ്ഷനായിരുന്നു ഞാൻ. എന്നിട്ട് അവരെന്നോട് പറയുന്നുണ്ട് പൈസ എത്ര ആയാലും കുഴപ്പമില്ല, ഇതൊന്നും ചെയ്തു തന്നാൽ മതി എന്നുള്ളത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പൈസയുടെ കാര്യം മാത്രമാണ് ഞാൻ അപ്പോൾ വിചാരിച്ചുകൊണ്ടിരുന്നതെങ്കിൽ ഒരു പക്ഷേ എനിക്ക് പൈസ കിട്ടും. പക്ഷേ ഈ പറഞ്ഞ പോലെ എന്താ പറയുക, നമ്മൾ ആ സെൽഫ് റെസ്പെക്റ്റ് സാധനം ഉണ്ടല്ലോ അത് പോവും. മനസ്സിൽ ഒരുപാട് ഇങ്ങനെ പിടിച്ചു വെച്ചിട്ട് ഞാൻ പറഞ്ഞു ചേച്ചി പറ്റത്തില്ല, ഐ എം സോറി, ചേച്ചി എവിടെയെങ്കിലും കൊടുത്തു. അതിൻ്റെ വാലെ ആളിങ്ങനെ പറയാണ് എൻ്റെ കയ്യിൽ വേറൊരു 10 ജോഡി ഞാൻ മേടിച്ച് വെച്ചത് ഇരിപ്പുണ്ട്, ഇത് തയ്ച്ച് കിട്ടിയിട്ട് അത് എങ്ങനെ ഉണ്ടോ നോക്കിയിട്ട് നമുക്കത് ചെയ്യാം. അതായത് ഇത് നിങ്ങൾക്ക് മനസ്സിലാവും, മറ്റേ കൈക്കൂലി തരും എന്ന് പറയുന്ന മാതിരി ഒരു ഫീല്. ഞാൻ പറഞ്ഞു അത് പിന്നത്തെ കാര്യമല്ലേ, അത് നമുക്കപ്പം നോക്കാം, ഇപ്പോൾ ഏതായാലും ഇതെനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞു. കുറച്ച് സമയം തരുമായിരുന്നെങ്കിൽ ഞാൻ ചെയ്തേനെ, പക്ഷേ ഈ ലാസ്റ്റ് മിനിറ്റിൽ എനിക്കത് നടക്കത്തില്ല, എനിക്ക് പിള്ളേരുണ്ട്, അതുകൊണ്ടതൊന്നും നടക്കത്തില്ല. നിങ്ങളൊന്ന് വിചാരിച്ച് നോക്കും, ഒന്ന് കറണ്ട് പോയാൽ തീർന്നു. നമ്മൾ തുണി മേടിച്ച് വെട്ടി വെച്ച് കഴിഞ്ഞിട്ട് കറണ്ട് പോകാമെന്ന് വിചാരിക്കുക, നമ്മൾ വെട്ടില്ലേ. അതേ സമയത്ത് ചിലരുണ്ടല്ലോ നമ്മളെ മനസ്സിലാക്കുന്നവരുണ്ട്. ഇപ്പോൾ എൻ്റെ തന്നെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ എനിക്ക് റെഗുലറായിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇതുപോലൊരു സിറ്റുവേഷനിൽ ഞാൻ പെട്ടിരിക്കുവാണ്, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കെ കുഴപ്പമില്ല സൂര്യ എന്ന് പറയും. എനിക്കൊരു ഫ്രണ്ടുണ്ട്, അവൾ ജോലി ചെയ്യുന്നത് ബാംഗ്ലൂരിലാണ്. അപ്പോൾ അവൾ ഇടയ്ക്കിടയ്ക്ക് വരും. അപ്പോൾ പുള്ളിക്കാരത്തി ഒരു പ്രാവശ്യം കുറച്ചേറെ തുണി കൊണ്ടുവന്നിട്ട് തയ്ക്കാൻ തന്നു. അപ്പോൾ ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സത്യം പറയണമെങ്കിൽ അവൾ ആ 3 മാസം മുന്നേ തന്നത് വരെ അവിടെ ഇരിക്കെ ഒക്കെ ഒരു ഫംഗ്ഷൻ വന്നു, ഒരു ബ്ലൗസ് തയ്ക്കണമായിരുന്നു. ലാസ്റ്റ് മിനിറ്റ് ഓർഡറാണത്. അതായത് ഇപ്പോൾ എന്നെ വിളിച്ചു ചോദിക്കുന്നു സൂര്യ എനിക്കൊരു ഫംഗ്ഷനുണ്ട്, ഞാൻ പോകണ്ടെന്ന് വിചാരിച്ചതാണ്, പക്ഷേ പോയാൽ പറ്റുള്ളെന്നായിപ്പോയി, നിനക്കത് ചെയ്ത് തരാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ സിറ്റുവേഷൻ ആ സമയത്ത് ഓക്കെയാണ്. അതായത് എന്താ പറയുക, ആർക്കും ഫിസിക്കലി വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, കുഴപ്പമില്ലാത്തൊരു സിറ്റുവേഷൻ. അപ്പം ഞാൻ എന്നാൽ കൂടെ ഞാൻ അവളോട് പറഞ്ഞു ലാസ്റ്റ് മിനിറ്റ് വർക്കാണ്, എനിക്കങ്ങനെ 100% ഷുവർ തരാൻ പറ്റത്തില്ല, ഞാൻ എൻ്റെ മാക്സിമം നോക്കാം എന്ന് പറഞ്ഞു. ഓക്കെ, അവൾ എന്നിട്ട് സാരിയൊക്കെ ആയിട്ട് വന്നു. വൈകുന്നേരമാണ് കൊണ്ടുതരുന്നത്. ഞാൻ ആ ഫുൾ നൈറ്റിൽ അതിരുന്ന് ചെയ്തിട്ട് പ്രിൻസസ് കട്ട് ബ്ലൗസായിരുന്നു. ഞാനത് വൈകുന്നേരം ആ രാത്രി കൊണ്ട് ചെയ്തിട്ട് രാവിലെ അവൾ വന്നു. എൻ്റെ വീട്ടിൽ നിന്ന് അത് ഇട്ടും കൊണ്ട് എൻ്റെ വീട്ടിൽ തന്നെ നിന്ന് ഒരുങ്ങിയാണ് അവൾ പോയത്. അങ്ങനെ ഒരുപാട് നല്ല 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 മെമ്മറീസ്, നല്ല നല്ല മൊമെൻറ്റ്സും എൻ്റെ ലൈഫിലുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സംഗതികൾ വരുമ്പോൾ എൻ്റെ മനസ്സിനോട് ഞാൻ പറയും സാരമില്ല പോട്ടെ, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവും, ഇതൊക്കെ ഒരു പാഠമായിട്ട് പഠിച്ചാൽ മതി. എന്തുകൊണ്ട് ഞാനിത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു എന്ന് വെച്ചാൽ, ഒരു കാരണവശാലും ഒരു മനുഷ്യൻ്റെ മുന്നിൽ നിങ്ങളുടെ ആ സെൽഫ് റെസ്പെക്റ്റ് സാധനം കൊണ്ട് കളയരുത്. നിങ്ങളുടെ പ്രോഡക്റ്റിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ സർവീസിൻ്റെ റേറ്റ് കുറയ്ക്കുമ്പോൾ അവർ നിങ്ങളെ ചീപ്പാക്കി കാണും. എല്ലാ കാര്യത്തിലും നമ്മൾ അവൈലബിൾ ആയിട്ട് നിൽക്കുമ്പോഴേക്കും ഓക്കെ അവർക്കൊരു പണി ഇല്ലാതെ ഇരിക്കുവാണ് എന്നുള്ളൊരു ജഡ്ജ്മെൻറ്റ് വരും. അപ്പോൾ നമ്മുടെ വീട്ടിൽ വന്ന് മേടിക്കേണ്ട സാധനം നമ്മൾ അവരുടെ വീട്ടിൽ കൊണ്ട് കൊടുക്കുമ്പോഴത്തേനും അവിടെ നമ്മുടെ വിലയാണ് പോകുന്നത്. നമ്മൾ ഏറ്റവും അറ്റത്ത് ചിന്തിക്കുന്ന ഒരു കാര്യം, ആ പൈസ കിട്ടിയിരുന്നെങ്കിൽ നമുക്കത് ചെയ്യാമല്ലോ അല്ലേ, കറണ്ട് ബില്ല് അടയ്ക്കായിരുന്നു, ഫോണൊന്ന് റീചാർജ് ചെയ്യായിരുന്നു, കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളൊക്കെ. ഇതാണ് നമ്മളെ പുറകെ നിന്ന് വലിക്കുന്ന ഒരു സാധനം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു എന്നെയും ഇങ്ങനെ പിൻവലിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ സത്യം പറയുകയാണെങ്കിൽ ഞാൻ ഇങ്ങനെ ചില തീരുമാനം എടുത്തതിന് ശേഷം എനിക്ക് സമാധാനമായിട്ട് ഇപ്പോൾ ഒരു വർക്കേ ഉള്ളെങ്കിൽ ഞാനത് നല്ല സന്തോഷത്തിൽ ചെയ്യും. എനിക്കത് മതി എന്നുള്ള പോലെ ഞാൻ എത്തി. നിങ്ങൾക്ക് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ പല പല ചിന്തകൾ വന്നേക്കാം, നിങ്ങളുടെ പല അനുഭവങ്ങൾ ഓർമ്മ വന്നേക്കാം. നിങ്ങൾ നമ്മുടെ സ്റ്റിച്ചിങ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ എന്ത് തീരുമാനം എടുത്തതാണ് നിങ്ങൾക്ക് ഏറ്റവും സൂപ്പറായി എന്ന് തോന്നിയത് എന്നുള്ളത് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കണേ. ഇപ്പോൾ എത്ര തന്നെ നമ്മൾ ഷെഡ്യൂൾഡായിട്ട് വർക്ക് ചെയ്താലും ചില സമയത്ത് നമ്മുടെ കയ്യിൽ നിന്നെല്ലാം പോകും. അപ്പോൾ എന്ത് കാര്യത്തിലാണ് നിങ്ങൾ ചെയ്ത ഒരു കാര്യം അടിപൊളിയായി, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ എടുത്തൊരു തീരുമാനം സൂപ്പറായി, അതൊരു പക്ഷേ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ എന്ന് പറയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കണേ. അപ്പോൾ ശരി, അടുത്തൊരു വീഡിയോയിൽ വേഗം കാണാം. അതുവരയ്ക്കും ടാറ്റാ.